ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മിലിറ്ററി നേഴ്സിംഗ് സ്റ്റാഫിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ഇന്ത്യൻ ആർമിയിൽ BSc നേഴ്സിംഗ് കോഴ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ റാങ്കിൽ ജോയിൻ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ് ഓൺലി പെൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, മറ്റേതൊക്കെ ക്രൈറ്റീരിയ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എല്ലാ കാര്യങ്ങളും A to Z ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്കും AFMSൻ്റെ അണ്ടറിൽ, AFMS എന്താണെന്ന് പറഞ്ഞാൽ ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ്, ഇതിൻ്റെ അണ്ടറിൽ നിങ്ങൾക്കും BSc നേഴ്സിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്യേണ്ട ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് നിങ്ങൾ 2024 നീറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. 2024 നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക്, അതായത് ഈ ഒരു BSc നേഴ്സിംഗ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റാണ് www.joinindianarmy.nic.in എന്ന പേജിൽ കയറുക. അത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സെക്കൻഡ് പോയിന്റ് ആണ് എലിജിബിലിറ്റി കണ്ടീഷൻ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഓൺലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അൺമാരിഡ്, ഡൈവോഴ്സ്ഡ്, ലീഗലി സെപ്പറേറ്റഡ്, വിഡോ വിത്തൗട്ട് എൻകംബറൻസ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നാഷണാലിറ്റി സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ഒക്ടോബർ 1999 30 സെപ്റ്റംബർ 2007 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം. ഈ ഡേറ്റിന് ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. +2 നിങ്ങൾ ബോട്ടണി, സുവോളജി, അതുപോലെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റ് എടുത്ത കാൻഡിഡേറ്റ് ആയിരിക്കണം. ഇതിനെല്ലാത്തിനും എന്താണ് 50% മാർക്സും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ കുട്ടികളെ? ഇനി നിങ്ങൾ അറിയിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൈറ്റ് ആണ്. നിങ്ങൾക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ അറിയിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സ്ക്രീനിങ് പ്രോസസ്സ്. അതിന് മുന്നേ ഒന്നുകൂടി ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാം. ഫസ്റ്റ് നിങ്ങൾ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പിന്നെ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയാൻ നിങ്ങളുടെ ഹൈറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അങ്ങോട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് വേണ്ട സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിചാരിക്കുക. അതായത് നിങ്ങൾ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വിചാരിക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര് ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 220 ആണ്. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾ ഈ കോഴ്സിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടാൽ ഏത് യൂണിവേഴ്സിറ്റിയിലായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു വേക്കൻസിയും അതുപോലെ എത്ര കുട്ടികളാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തത് അതനുസരിച്ച് എന്താണ് ഇന്ത്യൻ ആർമി ഒരു ഷോർട്ട് ലിസ്റ്റ് സെറ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ എന്താണ് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, പിന്നെ ഇൻ്റർവ്യൂ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായാലേ? നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫൈനൽ സെലക്ഷൻ. നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ടോട്ടൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നീറ്റിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു, പിന്നെ റിട്ടേൺ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്തു, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്തത്, അതായത് ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഈ എല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫൈനലായിട്ട് നിങ്ങൾ മെഡിക്കലും പാസ്സായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ കുട്ടികളെ? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ കാണുന്ന യൂണിവേഴ്സിറ്റി ഇതെല്ലാം AFMCയുടെ എന്താണ് അണ്ടറിലുള്ള, ഇതെല്ലാം AFMSൻ്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവിടെ ഓരോ സീറ്റ് അവൈലബിലിറ്റി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ടോട്ടൽ 220 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങളുടെ പേര് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി
എന്താണ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ ഇൻഫർമേഷനും. ഇതെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് www.joinindianarmy.nic.in എന്ന ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇനി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു 4 വർഷത്തെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റാങ്കിംഗ് പ്രൊസീജിയറാണ് ഞാൻ പറയാൻ പോകുന്നത്. ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ ആൻഡ് മേജർ ജനറൽ. നിങ്ങൾക്ക് മേജർ ജനറൽ റാങ്ക് വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു പോസ്റ്റ് മുഖേന. മനസ്സിലായോ? ഫസ്റ്റ് നിങ്ങൾക്ക് BSc നേഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു മിലിറ്ററി നേഴ്സിംഗ് സ്റ്റാഫ് എന്നൊരു പദവിയിലോട്ട് എന്താണ് പദവി ഉദ്ദേശിക്കുന്ന ആ ഒരു റാങ്കിംഗ് പ്രൊസീജിയറിലോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇതൊരു ഓഫീസർ പോസ്റ്റാണ്. ഓഫീസർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഇതിനെ ഇപ്പോഴും ഓഫീസർ പോസ്റ്റായിട്ടാണ് കാണുന്നത്. സല്യൂട്ട് ലഭിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. ഇവർക്ക് എന്താണ് സല്യൂട്ട് അലൗഡ് അല്ല. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഇവർക്ക് സെയിം ഓഫീസറിൻ്റെ അതേ ഫെസിലിറ്റീസാണ് ലഭിക്കുന്നത്. ക്ലിയർ ആയ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷനിൽ ആരെങ്കിലുമൊക്കെ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇനിയും എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും അറിയാൻ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.